ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മാംസം വിൽക്കുന്ന കടയിലാണ് ജോൺ ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപായി മാംസം സൂക്ഷിക്കുന്ന തണുപ്പറയിൽ എന്തോ നോക്കുവാൻ ജോൺ പോയി. നിർഭാഗ്യവശാൽ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ അടഞ്ഞുപോയി. ജോൺ മുറിയിൽ അകപ്പെട്ടു. സഹായിക്കുവാൻ അവിടെ ആരും ഇല്ലായിരുന്നു. അയാൾ ഉറക്കെ നിലവിളിച്ചു. വാതിൽക്കൽ മുട്ടി. ആരും കേട്ടില്ല. എല്ലാ ജോലിക്കാരും വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. അടഞ്ഞ മുറിയിൽ നിന്ന് ശബ്ദം പുറത്തു കേൾക്കുവാനും ബുദ്ധിമുട്ടാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എന്തോ സംശയം തോന്നി അവിടുത്തെ കാവൽക്കാരൻ വാതിൽ തുറന്ന് ജോണിനെ രക്ഷിച്ചു. ജോൺ കാവൽക്കാരന് നന്ദി പറഞ്ഞു. നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? ഇവിടെ വരുവാൻ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലല്ലോ എന്ന് ജോൺ ചോദിച്ചു. കാവൽക്കാരൻ പറഞ്ഞു, ഞാൻ ഇവിടെ 35 കൊല്ലമായി ജോലി ചെയ്യുന്നു. 100 കണക്കിന് ജോലിക്കാർ ദിവസവും അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. പക്ഷേ രാവിലെ വരുമ്പോഴും വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴും എന്നെ ആശംസിക്കുന്ന കുറച്ചു പേരിൽ ഒരാളാണ് നിങ്ങൾ. ബാക്കി എല്ലാവരും ഞാനിവിടെ ഉള്ളതുപോലും ശ്രദ്ധിക്കാറില്ല. ഇന്നും പതിവ് പോലെ രാവിലെ ജോലിക്ക് വന്നപ്പോൾ നിങ്ങൾ ഹലോ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ വൈകിട്ട് ശുഭരാത്രി, നാളെ കാണാമെന്ന് പറയുന്ന നിങ്ങളുടെ ശബ്ദം കേട്ടില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ചുറ്റുമൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ദിവസവും നിങ്ങളുടെ ആശംസകൾക്കു വേണ്ടി നോക്കിയിരിക്കും. നിങ്ങൾക്ക് ഞാൻ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തിരിച്ചു യാത്ര ചോദിക്കാൻ കാണാഞ്ഞതുകൊണ്ട് എന്തോ പറ്റിക്കാണുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തിരഞ്ഞു വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. നാം എപ്പോഴും എളിമയുള്ളവരായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അപ്പോൾ നമ്മെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമുണ്ടാകും. പ്രത്യേകിച്ച് ദിവസവും കാണുന്നവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും വേണം. അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. സദൃശവാക്യം 3:3. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.